PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആകുന്ന ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായി ഇരുന്ന് വീഡിയോ കാണുക. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വജ്രത്തിന് തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഉത്തരം വായു. ജലം ഐസാകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത്, വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാനാണ്. ഉത്തരം വായിക്കാം. വായു, ജലം, ഇരുമ്പ്. അടുത്തത്, ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം വിസരണമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 K ജലത്തിനും 1 kg വെളിച്ചെണ്ണയ്ക്കും 4200 J താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും എന്നുള്ളതാണ്. ഉത്തരം ജലം 301 Kയും വെളിച്ചെണ്ണ 302 Kയും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീരാ തടവും തീരാ ശിഖരവും തമ്മിലുള്ള ലംബദൂരം എന്താണ്? അത് ഉന്നതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണുക. നമുക്ക് നോക്കാം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ് ഏതാണ്? ഉത്തരം ബയോമാസ് ആണ്. അടുത്തത്, താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? ഉത്തരം കെൽവിനാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിലുണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? 17 മീറ്ററിൽ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? അതുത്തരം യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ചലന ജഡത്വമാണ്. അതിന് കാരണം ചലന ജഡത്വമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ഉത്തരം ചുവപ്പാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഉത്തരം ഗതികോർജമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ഡെസിബൽ മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? ഉത്തരം 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അടുത്തത്, പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം പ്ലാസ്മാവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ്. അടുത്തത്, തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യപുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം തോമസ് ആൽവ എഡിസൺ ആണ്. അടുത്തത്, വജ്രത്തിൻ്റെ നിറം എന്താണ്? ഉത്തരം നിറമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ഫോട്ടോ വോൾട്ടായിക്. അടുത്തത്, ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണം ഏതാണ്? ഉത്തരം കോസ്മിക് രശ്മികളാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ഈ യന്ത്രം എന്നുള്ളതാണ്. ഉത്തരം ആവി യന്ത്രമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏതാണ്? ഉത്തരം കൽക്കരിയാണ്.
അടുത്തത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനെന്നും. അടുത്തത് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ആർക്കിമിഡീസ് ആണ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് ഒരു പ്രൊജക്റ്റിലൈന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? 45 ഡിഗ്രി കോണളവിൽ വിക്ഷേപിക്കണം. അടുത്തത് പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? റോമറാണ്. കുതിരയുടെ ഉയരമളക്കുന്ന യൂണിറ്റ് എന്താണ്? ഹാൻഡാണ്. അടുത്തത് ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം. അടുത്തത് ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ റെക്ടിഫയറായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഉത്തരം ഡയോഡാണ്. റെക്ടിഫയറായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഡയോഡാണ്. അടുത്തത് മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം ചുവപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. അത് നമുക്ക് ഓപ്ഷൻ വായിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഫ്യൂസ്, ബി MCB, സി 3 പിൻ പ്ലഗ്, ഡി ELCB. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? 3 പിൻ പ്ലഗ് ആണ്. അടുത്തത് ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസം ഏതാണ്? സെൽഫ് ഇൻഡക്ഷനാണ്. അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? നമ്മൾ നേരത്തെ അത് പറഞ്ഞു. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. അടുത്തത് തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.